നമുക്കിനി നോക്കാനുള്ളത് നോർമഡ് സ്പേസ് ആണ്. നോർമഡ് സ്പേസ് എന്താണെന്ന് നോക്കാം. ലെറ്റ് ഇ ബി എ ലീനിയർ സ്പേസ്. എ നോം ഓൺ ഇ ഇസ് എ ഫംഗ്ഷൻ ഫ്രം ഇ ടു ആർ വിച്ച് സാറ്റിസ്ഫൈ ദ ഫോളോവിങ് കണ്ടീഷൻ. നോർമഡ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ലീനിയർ സ്പേസ് ഇയിൽ നിന്നും ആറിലോട്ടുള്ള ഒരു മാപ്പിങ്ങിനെയാണ്, ഒരു ഫംഗ്ഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, നോർമഡ് സ്പേസ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യണം, ഫോളോവിങ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നോം എക്സ് വെർ എക്സ് ബിലോങ്സ് ടു ഇ, നോം എക്സ് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി നോം എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത് നോം ലാംഡ എക്സ് എന്ന് പറയുന്നത് മോഡ് ലാംഡ ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ ആൻഡ് ലാംഡ ബിലോങ്സ് ടു ആർ ഓർ സി. അതുപോലെ തേർഡ് കണ്ടീഷൻ വരുന്നത് നോം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് പ്ലസ് നോം വൈ ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ഇ. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മാപ്പ് ഫംഗ്ഷൻ ഫ്രം ഇ ടു ആർ ഉള്ള ഒരു മാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമഡ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോർമഡ് സ്പേസ് എന്നുള്ളത് ഒരു മെട്രിക് സ്പേസ് ആണെന്ന് കാണിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്, ഡി ഫ്രം ഇ ക്രോസ് ഇ ടു ആർ വെർ ഇ ഈസ് എ നോർമഡ് സ്പേസ് ഡിഫൈൻഡ് ബൈ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ. നമ്മൾ മെട്രിക് സ്പേസ് ആണെന്ന് കാണിക്കണം. അതിന് നമ്മൾ ഒരു മെട്രിക് സ്പേസ് എടുക്കുകയാണ്. ഇ ക്രോസ് ഇയിൽ നിന്നും ആറിലോട്ടുള്ള ഒരു മെട്രിക് സ്പേസ് എടുക്കുകയാണ്. അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണ്. നമുക്കിത് എന്താണെന്ന് കാണിക്കണം, ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് കാണിക്കണം, മെട്രിക് സ്പേസ് ആണെന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, നമുക്കറിയാം നോം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഡി ഓഫ് എക്സ് വൈ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. ദ ഫസ്റ്റ് കണ്ടീഷൻ എന്തായി, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, ഡി ഓഫ് എക്സ് വൈ എന്നുള്ളത് നോം എക്സ് മൈനസ് വൈ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നോം -1 ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്ന് മോഡ് -1 ഇൻറ്റു നോം വൈ മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അത് നോം വൈ മൈനസ് എക്സിന് ഈക്വലാണ്. നമുക്കിവിടെ മെട്രിക് സ്പേസിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് കാണിക്കേണ്ടത്. ഫസ്റ്റ് കണ്ടീഷൻ, മെട്രിക് സ്പേസിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആയിരിക്കണം, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത് അത് സിമ്മട്രിക് ആയിരിക്കണം, അതായത് ഇപ്പോൾ ഇവിടെ തന്ന പോലെ നോം എക്സ് മൈനസ് വൈ എന്നുള്ളത് നോം വൈ മൈനസ് എക്സ് ആയിരിക്കണം. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് അത് അതായത് ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ഡി ഓഫ് എക്സ് ഇസെഡ് പ്ലസ് ഡി ഓഫ് ഇസെഡ് വൈ ആയിരിക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ തേർഡ് കണ്ടീഷൻ നോക്കുകയാണ്. ഡി ഓഫ് എക്സ് വൈ എന്നുള്ളത് നോം എക്സ് മൈനസ് വൈ ആണ്. ഈ നോം എക്സ് മൈനസ് വൈക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു മൈനസ് ഇസെഡ് പ്ലസ് ഇസെഡ് ആഡ് ചെയ്തു. ഒരു ഇസെഡ് നമ്മൾ മൈനസും ചെയ്തു ആഡും ചെയ്തു. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, നോം എക്സ് മൈനസ് ഇസെഡ് പ്ലസ് നോം ഇസെഡ് മൈനസ് വൈ ആയിരിക്കും. അതെന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് സെഡ് പ്ലസ് ഡി ഓഫ് ഇസെഡ് വൈനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 കണ്ടീഷൻസും മെട്രിക് സ്പേസിൻ്റെ 3 കണ്ടീഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഡി എന്ന് പറയുന്നത് മെട്രിക് ഓൺ ഇ ആണെന്ന് പറയാം. ദാറ്റ് ഈസ് എവറി നോർമഡ് സ്പേസ് ഈസ് എ മെട്രിക് സ്പേസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ബട്ട് ദ കൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ഇത് മെയിനായിട്ടുള്ള സാധനമാണ്, നമ്മൾ നോക്കണം എന്ത്, ബട്ട് ദ കൺവേഴ്സ് ഈസ് നീഡ് നോട്ട് ബി ട്രൂ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് അടുത്ത എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഫസ്റ്റ് നമ്മളൊരു നോം ഫ്രം ആർ ടു ആർ എടുക്കുകയാണ്. ഡിഫൈൻഡ് ബൈ നോം എക്സ് ഈക്വൽ ടു എന്ത്, മോഡ് എക്സ്, ദെൻ ആർ ഈസ് എ നോമഡ് സ്പേസ്. ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി, നോം ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ നോം എക്സ് ഈക്വൽ ടു മോഡ് എക്സ്, ദെൻ ആർ ഈസ് എ നോമഡ് സ്പേസ്. അപ്പോൾ രണ്ടെന്ന് പറയുന്നത് നോം ഫ്രം ആർ സ്ക്വയർ ടു ആർ ആസ് നോം എക്സ് വൈ ഓർഡർഡ് പെയർ എക്സ് വൈ ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡ് എക്സ് മോഡ് വൈ, ദെൻ ആർ സ്ക്വയർ ഈസ് എ നോമഡ് സ്പേസ് എന്നാണ് കാണിക്കേണ്ടത്.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, നോം എക്സ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി അഥവാ നോം എക്സ് വൈ എന്നുള്ളത് ഈക്വൽ ടു 0 ആണെങ്കിൽ, നോം എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, മാക്സിമം ഓഫ് മോഡ് എക്സ് മോഡ് വൈ ഈക്വൽ ടു 0 എന്നല്ല പറയുന്നത്. വിച്ച് ഇംപ്ലൈസ് എന്താണ്, മോഡ് എക്സ് മോഡ് വൈ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, നോം ലാംഡ ഇൻറ്റു എക്സ് വൈ ഈക്വൽ ടു എന്തായിരിക്കണം. നമുക്കറിയാം മോഡ് ലാംഡ ഇൻറ്റു മാക്സിമം ഓഫ് മോഡ് എക്സ് മോഡ് വൈ ആണ്. എന്താണ് മാക്സിമം ഓഫ് മോഡ് എക്സ് മോഡ് വൈ എന്ന് പറയുന്നത്, നോം ഓഫ് ഓർഡേർഡ് പെയർ എക്സ് വൈ അല്ലേ. അപ്പോൾ മോഡ് ലാംഡ ഇൻറ്റു നോം ഓഫ് ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. ഇനി തേർഡ് കണ്ടീഷൻ എന്താ വെച്ചാൽ, നോം എക്സ് വൺ വൈ വൺ പ്ലസ് ഓർഡേർഡ് പെയർ എക്സ് ടു വൈ ടു എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നോം ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു വൈ വൺ പ്ലസ് വൈ ടു എന്ന് എഴുതാൻ പറ്റും. എന്താണ് നോം എക്സ് വൈ, നോം ഓർഡേർഡ് പെയർ എക്സ് വൈ മാക്സിമം ഓഫ് മോഡ് എക്സ് മോഡ് വൈ ആണല്ലോ. അപ്പോൾ അതിന് പകരം നോം ഓർഡേർഡ് പെയർ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു വൈ വൺ പ്ലസ് വൈ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മാക്സിമം ഓഫ് മോഡ് എക്സ് വൺ പ്ലസ് എക്സ് ടു വൈ വൺ പ്ലസ് വൈ ടു എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഈ മോഡ് ഈ ഒരു മാക്സിമം ഓഫ് മോഡ് എക്സ് വൺ പ്ലസ് എക്സ് ടു മോഡ് വൈ വൺ പ്ലസ് വൈ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡ് എക്സ് വൺ മോഡ് വൈ വൺ പ്ലസ് മാക്സിമം ഓഫ് മോഡ് എക്സ് ടു പ്ലസ് മോഡ് വൈ ടു എന്ന് എഴുതാൻ പറ്റും. അത് എന്തിനോട് ഈക്വലാണ്, നോം ഓഫ് എക്സ് വൺ പ്ലസ് വൈ വൺ പ്ലസ് നോം ഓഫ് എക്സ് ടു വൈ ടുനോട് ഈക്വലാണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിളാണ് എൽ ഇൻഫിനിറ്റി. എന്താണ്, എക്സ് ഈക്വൽ ടു എ സീക്വൻസ് എ ഐ ബിലോങ്സ് ടു എൽ ഇൻഫിനിറ്റി, നോം ഫ്രം എൽ ഇൻഫിനിറ്റി ടു ആർ, നോം എക്സ് ഈക്വൽ ടു സുപ്രീം ഓഫ് മോഡ് എ ഐ സെറ്റ് എ ഐ ലെസ് ദാൻ ഇൻഫിനിറ്റി, ദെൻ എൽ ഇൻഫിനിറ്റി ഇസ് എ നോമഡ് സ്പേസ്. അതുപോലെ ഇത് എന്താണ്, എൽ ഈക്വൽ ടു ആർ ഇൻഫിനിറ്റി നോം എക്സ് എന്ന് പറയുന്നത് എ വൺ എ ടു എക്സെട്ര ഒരു ഓർഡേർഡ് പെയർ ആണെങ്കിൽ, നോം എക്സ് നമുക്കറിയാം സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡ് എ ഐ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഈ നോം എക്സ് പ്ലസ് വൈ എടുത്താൽ നമുക്ക് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡ് എ ഐ പ്ലസ് ബി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ മോഡ് എ ഐ പ്ലസ് സമ്മേഷൻ മോഡ് ബി ഐ എന്ന് എഴുതാം. which is less than or equal to എന്താണ്, നോം എക്സ് പ്ലസ് നോം വൈ ആണ്. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനും ഹോൾഡ് ചെയ്ത് ലാസ്റ്റ് കണ്ടീഷൻ എന്താണ്, നോം ലാംഡ എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡ് ലാംഡ ഇൻറ്റു എ ഐ ഈസ് ഈക്വൽ ടു സമ്മേഷൻ മോഡ് ലാംഡ ഇൻറ്റു സമ്മേഷൻ എ ഐ ഈസ് ഈക്വൽ ടു എന്താണ്, ലാംഡ ഇൻറ്റു നോം എക്സ് എന്ന് കിട്ടും. അതുപോലെ ഈ ഫിഫ്ത്ത് കണ്ടീഷനും അതുപോലെ ഈ ഒരു കണ്ടീഷനും നോക്കുക. പിന്നെ വരുന്നത് ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, മിൻകോസ്കിസ് ഇനിക്വാലിറ്റി ആണ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് വരുന്ന നമ്മൾ ഹോൾഡേഴ്സ് ഇനിക്വാലിറ്റി ആണ്. എന്താണ് ഹോൾഡേഴ്സ് ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഫോർ എവറി സീക്വൻസ് ഓഫ് സ്കേലാസ് ai and bi and for 1 less than p less than infinity we have mod summation ai bi less than or equal to summation mod ai into summation bi less than or equal to summation mod ai raised to p all raised to 1 by p into summation mod bi raised to q all raised to 1 by q where 1 by p plus 1 by q equal to 1. ഓക്കെ, നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഇതൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, എ ഐ ബി ഐ എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് സ്കേലേഴ്സ് ആണ്. അതുപോലെ തന്നെ 1 less than p less than ഇൻഫിനിറ്റി ആണ്. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ റിക്വയർഡ് ഇൻഇക്വാലിറ്റി ഫോളോസ് ഫ്രം ദ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി. അതായത് ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഏത്, മോഡ് സമ്മേഷൻ എ ഐ ബി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ഐ സമ്മേഷൻ മോഡ് എ ഐ ഇൻറ്റു സമ്മേഷൻ മോഡ് ബി ഐ എന്നുള്ള നമുക്കറിയാം. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ ഈ സെക്കൻഡ് കണ്ടീഷനാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം, നമ്മൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് സമ്മേഷൻ മോഡ് എ ഐ റേസ് ടു പി ഓൾ റേസ് ടു 1 by p എന്നിരിക്കണം. അതായത് ഈ ഒരു ഇത് നമ്മൾ ക്യാപിറ്റൽ എ ആയിട്ടും അതുപോലെ ഇത് ക്യാപിറ്റൽ ബി ആയിട്ടും നമ്മൾ എടുക്കുകയാണ്. അതുപോലെ സി ഐ എന്ന് പറയുന്നത് മോഡ് എ ഐ ബൈ എ എന്നും ഡി ഐ എന്ന് പറയുന്നത് മോഡ് ബി ഐ ബൈ ബി എന്നും എടുക്കണം. ഓക്കെ, ജസ്റ്റ് നമ്മൾ ആദ്യം ഒന്ന് എല്ലാവരും നമ്മൾ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു മാപ്പ് നോക്കൂ, ഗ്രാഫ് നോക്കൂ.
അതായത് y ഈക്വൽ ടു എക്സ് റേസ് ടു p-1 എന്നുള്ള ഒരു ഗ്രാഫ് എടുത്തു. ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്തെടുത്തു, ഒരു S1 S2 പറഞ്ഞിട്ടുള്ള രണ്ട് ഏരിയാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എവിടെ CI/DI എന്നുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റും ഈ ഒരു ഗ്രാഫും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഏരിയ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഒന്ന് നോക്കൂ. കൺസിഡർ ദ ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് റേസ് ടു p-1. Let S1 denotes the area under the curve y equal to x raised to p-1 with respect to the x-axis from 0 to ci. ഇത് 0, ഇത് ci എന്നുള്ള ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഈക്വൽ ടു എക്സ് റേസ് ടു p-1 എന്നുള്ള ഗ്രാഫുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ എന്തെടുത്തത്, S1 എന്നെടുത്തത്. ഓക്കെ, അതുപോലെ 0 to DI, ഇവിടെ DI ആണ് പോയിന്റ് വരുന്നത്. അപ്പോൾ 0 to DI, ഫ്രം 0 to DI നമ്മൾ y ആക്സിസുമായിട്ട് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഈ ഒരു ഗ്രാഫ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് S2 എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇനി നമുക്ക് ഫ്രം ദ ഫിഗർ നമുക്ക് എന്ത് കിട്ടും, CI/DI എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു S1 + S2 ആണെന്ന് കിട്ടും. ഇതിൽ CI/DI എന്താണ്, ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആണല്ലോ അല്ലേ? നമുക്കറിയാം ഈ ഒരു ലെങ്ത് ഇൻറ്റു ചെയ്ത് നമുക്ക് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു ഏരിയ അണ്ടർ ദ ഗ്രാഫ് y ഈക്വൽ ടു എക്സ് റേസ് ടു p-1 നമ്മൾ എന്തൊക്കെ എടുത്തത്, S1 എടുത്തു, S2 എടുത്തു. അപ്പോൾ ഇതിൻ്റെ സമ്മിനോട് എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും എന്ത് വരും, ഇതിൻ്റെ ഏരിയ വരിക. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു. ഇനി നമുക്ക് എന്ത് കിട്ടി, CI/DI ലെസ് ദാൻ ഓർ ഈക്വൽ ടു S1 + S2 ആണ് എടുത്തല്ലോ. S1 എന്താണ്, ഇറ്റ് ഈസ് എക്സ് ആക്സിസുമായിട്ട്, അതായത് എക്സ് ആക്സിസുമായിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫ് y raised to p-1 y raised to p-1 ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് S1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, ഇൻ്റഗ്രൽ നോക്കൂ, ഇവിടെ ഇൻ്റഗ്രൽ എന്താണ് 0 to CI ആണല്ലോ ഇവിടെ വരുന്നത്. ഇൻ്റഗ്രൽ 0 to CI വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു ഗ്രാഫ് ഉണ്ടാക്കുന്ന ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, S1നെ ഇൻ്റഗ്രൽ 0 to CI, ഇവിടെ നമ്മൾ y dx എന്നെടുക്കും, കാരണം നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമ്മൾ y dx എന്നെടുത്തു, പ്ലസ് ഇൻ്റഗ്രൽ 0 to DI x dy എന്നെടുത്തു. നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to CI y എന്താണ്, എക്സ് റേസ് ടു p-1 dx ആണ്. ഇൻ്റഗ്രൽ 0 to DI y raised to 1/p-1 dy എന്ന് കിട്ടും. അവിടെ എങ്ങനെയാണ് വന്നു വെച്ചാൽ നമുക്കറിയാം, തന്നിട്ടുണ്ട് എന്ത് 1/p + 1/q = 1 ആണെന്ന്. 1/p നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 - 1/q ഏതാലോ, which is equal to എന്താണ്, q - 1/q ആണല്ലോ. അതായത് p എന്ന് പറയുന്നത് ഇതിൻ്റെ റിവേഴ്സ് എടുക്കാം. 1/p എന്താണ്, 1/p ആണ് എന്ത് വരുന്നത്, q - 1/q വരുന്നത്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് എന്ത് വരും, q/q - 1 വരും. അപ്പോൾ p-1 എന്ത് വരും, q/q - 1 -1 വരും, ദാറ്റ് ഈസ് 1/q - 1 വരും. അപ്പോൾ 1/p - 1 എന്ത് വരും, q - 1 വരും. ഈ ഒരു 1/p - 1 നമ്മൾ എവിടെ കൊടുക്കുക, ഈ ഒരു q - 1 നമുക്കറിയാം എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ഇത് y ആക്സിസ് ആകുമ്പോൾ നമ്മളിവിടെ y ഈക്വൽ ടു എന്താണ്, എക്സ് റേസ് ടു p-1 ആണെങ്കിൽ x ഈക്വൽ ടു എന്തായിരിക്കും വരിക, അതായത് y ഈക്വൽ ടു നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, y ഈക്വൽ ടു എക്സ് റേസ് ടു p-1 ആണെങ്കിൽ വാട്ട് ഈസ് x ഈക്വൽ ടു എന്തായിരിക്കും വരിക, y raised q - 1 ആയിരിക്കും അല്ലേ. y raised എന്തായിരിക്കും, q - 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് q - 1 എന്ത് കിട്ടിയിട്ടുണ്ട്, 1/p - 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു q - 1 നമ്മൾ എന്താക്കി മാറ്റി, 1/p - 1 നമ്മൾ എഴുതി. ഓക്കെ ആണോ?
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? CI/DI എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to c x raised to p minus 1 dx പ്ലസ് ഇൻ്റഗ്രൽ 0 to di y raised to 1/p minus 1 dy എന്ന് കിട്ടി. നമുക്കറിയാം എന്ത്, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? CI raised p/p പ്ലസ് DI raised q/p എന്നാണ് നമുക്ക് കിട്ടുക. നമുക്കറിയാം ഇൻ്റഗ്രൽ x raised to p minus 1 എന്ന് പറയുന്നത് x raised to p minus 1 പ്ലസ് 1/p minus 1 പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? x raised to p/p എന്ന് കിട്ടും. നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to ci ആണ്. അപ്പോൾ CI raised to p/p മൈനസ് 0 raised to p/p എന്തിനോട് ഈക്വലാണ്? CI raised to p/p അതുപോലെ DI raised to q/p. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ ആണല്ലോ. നമുക്ക് CI എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മോഡ് AI/A ആണ് തന്നിട്ടുണ്ട്. DI എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്? മോഡ് BI/B ആണ് തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ CIയും DIയും എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുക. അതിൽ നമ്മൾ റേസ് ടു പി എന്നുള്ളത് നമ്മൾ ബോത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ കൊടുക്കുക, ബൈ പി ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ എ റേസ്, അപ്പോൾ എന്ത് ഒരു ക്യാപിറ്റൽ A raised to P കിട്ടിയല്ലോ, ക്യാപിറ്റൽ B raised to Q കിട്ടിയല്ലോ. ഇവിടെ ക്യാപിറ്റൽ A നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? അവിടെ നോക്കി നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട് A എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എക്ക് പകരം നമ്മൾ അത് കൊടുക്കുക. പിന്നെ ഓൾ റേസ് ടു പി വരും, ഈ A raised to P, അപ്പോൾ ഇതിൻ്റെ ഓൾ റേസ് ടു പി വരും, അങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പിയും ഈ ഒരു 1/pയും ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ മോഡ് AI raised to P കിട്ടും. അതുപോലെ ഇവിടെ ഈ ഒരു ക്യൂവും ഈ ഒരു 1/qയും ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ മോഡ് BI raised to Q എന്ന് കിട്ടും. പിന്നെ ഈ ഒരു ബൈ പി ഈ ഒരു ബൈ ക്യൂ അങ്ങനെ ചെയ്യും. ഓക്കെ, ഇനി എന്ത് വരും? ലെറ്റ് സമ്മേഷൻ ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ്. നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിൽ നമ്മൾ സമ്മേഷൻ കൊടുക്കുക. ഈ രണ്ട് സൈഡിൽ ഇവിടെയും ഇതിൻ്റെ ഇവിടെയും അതുപോലെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ സമ്മേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/p സമ്മേഷൻ മോഡ് AI raised to P ഇൻറ്റു സമ്മേഷൻ മോഡ് AI raised to Q മോഡ് AI raised to P എന്ന് കിട്ടും. അതായത് ഈ ഒരു മോഡ് AI, അതായത് ഈ ഒരു മോഡ് AI raised to Pക്കും ഈ ഒരു മോഡ് BI raised to Qക്കും നമ്മൾ സമ്മേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സമ്മേഷനും ഡിവൈഡ് ക്യാൻസൽ ചെയ്യാം. ഈ ഒരു സമ്മേഷനും പോവും. അപ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/p പ്ലസ് 1/q എന്ന് കിട്ടും. എന്താ 1/p പ്ലസ് 1/q നമ്മൾ തന്നിട്ടുള്ളത്? 1 തന്നിട്ടുണ്ട്. അപ്പോൾ സമ്മേഷൻ ഈക്വൽ ടു 1 to infinity CI/DI ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. നമുക്ക് CIയും DIയും നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. മോഡ് AI/A ആണ്, മോഡ് BI/B ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോഡ് AI ഇൻറ്റു മോഡ് PI ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ A ഇൻറ്റു ക്യാപിറ്റൽ B എന്ന് കിട്ടും. ക്യാപിറ്റൽ Aയും ക്യാപിറ്റൽ Bയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിക്വയർഡ് ഇൻഇക്വാലിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് നോട്ടൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. മറ്റേ P = 2 അതുപോലെ Q = 2 കൊടുത്താൽ എന്താണ് ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി ആവുന്നത് എന്നുള്ളത് ജസ്റ്റ് നോട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസ്. താങ്ക് യു.